ഈ സിനിമയുടെ ഒരു ത്രെഡിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പ്രൊഡ്യൂസർ കൊച്ചുമോനും സെഞ്ച്വറി രാജു മാത്യു എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അതിൽ കൊച്ചുമോൻ്റെ വൈഫ് ഇംഗ്ലീഷ് പടങ്ങൾ കാണുന്ന ഒരാളായിരുന്നു. അപ്പം അവരാണ് ഈ സിനിമ കണ്ടിട്ട് ഒരു നല്ല ത്രെഡാണെന്ന് കൊച്ചുമോനോട് പറയുകയും കൊച്ചുമോൻ അത് ദാമോദരൻ മാഷോട് പറയുകയും അങ്ങനെയാണ് മാഷ് അതിനകത്തൊരു സിനിമയ്ക്കുള്ള വകയുണ്ടെന്ന് കണ്ടെത്തുകയും അതിൻ്റെ ഒരു ത്രെഡ് ഷോർട്ട് ടൈം എന്ന് പറഞ്ഞ സിനിമയാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ ഒരു ത്രെഡ് മാത്രമേ മാഷ് എടുത്തിട്ടുള്ളൂ, ആ ബ്ലഡ് മാറിപ്പോകുന്നു എന്നുള്ള സാധനം. ബാക്കിയൊക്കെ ദാമോദരൻ മാഷ് ചെയ്തതാണ്. അദ്ദേഹം ഈ പൊളിറ്റിക്കൽ അത്തരത്തിലുള്ള സിനിമകളുടെ ആളാണ്. മാഷ് ഇങ്ങനെ സിനിമ എഴുതുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാണ്. പക്ഷേ എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ദാമോദരൻ മാഷ് എന്ന് പറഞ്ഞാൽ വളരെ സരസമായിട്ട് സംസാരിക്കുകയും ഹ്യൂമർ ഒത്തിരി ആസ്വദിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മാഷ് എഴുതാൻ സാധിക്കും. അതിനു മുമ്പ് എൻ്റെ ഗുരുനാഥനായ ഹരിഹരൻ സാറിന് വേണ്ടി അദ്ദേഹം ഒരു സിനിമ, പ്രേംനസീറിൻ്റെ ഒരു സിനിമ എഴുതിയിട്ടുണ്ട് നസാറിന് വേണ്ടി, ഒരു കോമഡി സിനിമ. എനിക്ക് അത് കഴിഞ്ഞ് പുള്ളി എഴുതുന്ന കോമഡി സിനിമ എന്ന് പറഞ്ഞാൽ പിന്നെ ആനവാൽ മോതിരം തന്നെയായിരിക്കും. അപ്പോൾ പുള്ളിക്ക് അതിനകത്ത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മാഷ് ഒരുപാട് പരന്ന വായനയുള്ള ഒരാളാണ് മാഷ്. കാരണം നമ്മുടെ കേരളത്തിലെ കാര്യം അല്ലെങ്കിൽ ഇന്ത്യയിലെ കാര്യം മാത്രമല്ല, പുറത്തുള്ള രാജ്യങ്ങളുടെ കാര്യങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയം, അവിടുത്തെ പിന്നെ സ്പോർട്സ്, ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളും അത് അപ് ടു ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ് മാഷ്. അതുകൊണ്ട് മാഷ കൂടെ നമുക്ക് കുറേ ദിവസം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇന്നിപ്പോൾ ആലോചിക്കുമ്പോൾ ദാമോദരൻ മാഷ ഒരു നഷ്ടമൊക്കെ വലിയ ഒരു വേദനയായിട്ട് മനസ്സിൽ കിടക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്ര അടുപ്പമുണ്ടായിരുന്നു മാഷ് എൻ്റെ എനിക്ക്.